ആ റസൂലുള്ളാഹിനെ നന്നായി അങ്ങ് സ്നേഹിക്കണം, അതിന് നന്നായി അങ്ങ് സ്വലാത്തു ചൊല്ലണം. എന്നിട്ടൊരു വെള്ളിയാഴ്ച രാവിലോ ഒരു തിങ്കളാഴ്ച രാവിലോ സ്വലാത്തു ചൊല്ലി ഇങ്ങനെ കാത്തുകിടക്കുമ്പോ മദീനയിലെ രാജകുമാരനെ ഒന്ന് കാണണം. പോരാ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഓടിയടുക്കാൻ മാത്രം സുപരിചിതമായി ഹബീബിനെ ഒന്ന് കാണണം, ഹബീബിനെ ഒന്ന് നന്നായി കണ്ട് മനസ്സിലാക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കണ്ടാൽ എന്ത് രസമുള്ള കിടത്തമാണ്. ആലോചിച്ചിട്ടുണ്ടോ മോനെ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തണം. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. പക്ഷേ എനിക്ക് ആശങ്കയുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറി നിന്നു തരില്ലല്ലോ. ഞാൻ അവിടുത്തെ വാതിൽക്കൽ ഒന്ന് കാവൽക്കാരനായി നിന്നോട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മാറി തരില്ലല്ലോ. ഹബീബിന് ആവശ്യമുള്ള വെള്ളം ഞാനൊന്ന് കൊടുത്തോട്ടെ, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു മാറി തരില്ലല്ലോ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പോ മിസ്വാക്കോ ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരില്ലല്ലോ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്തോട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മാറിത്തരില്ലല്ലോ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതാ ഒരു വോളണ്ടിയറെ പോലെ നിന്നോട്ടെ, ഹംസത്തുൽ കറാർ തങ്ങൾ മാറിത്തരില്ലല്ലോ. ഇങ്ങനെ നോക്കിയാൽ എനിക്ക് നിൽക്കാനിടമില്ല. ആശിഖീങ്ങളും സ്വഹാബികളും മുഹിബ്ബീങ്ങളും എല്ലാം അടുത്തു നിന്നുപോയി. എനിക്ക് സ്നേഹമുണ്ടാകണമെന്ന് സ്നേഹമുണ്ട്, പക്ഷേ എനിക്കർഹതയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്കിതൊന്നും കൊതിക്കാൻ പോലും പറ്റാത്ത പാപികളാണ്. അതുകൊണ്ട് അല്ലാഹ്, ഈ മഹാന്മാരെല്ലാം പോകുന്ന സ്വർഗത്തിന്റെ വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തിത്തരണം. അള്ളാന്റെ ഹബീബ് ആദ്യ സ്വർഗത്തിലേക്ക് പോകുമ്പോ വഴിയിലൊന്ന് കിടന്നാൽ അള്ളാന്റെ റസൂല് നോക്കുമ്പോ അതാ ഉമ്മത്തിലെ ഒരു പാപി കിടക്കുന്നു, പിന്നോട്ട് തട്ടൂല. നബിതങ്ങൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ കിടക്കുന്ന ഉമ്മത്തിനെ ഹബീബ് പിന്നോട്ട് തട്ടൂല, മുന്നോട്ടേ തട്ടൂ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തൊട്ട് പിന്നാലെ കാണും. നബിതങ്ങൾ തട്ടിയ സാധനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തട്ടാതിരിക്കൂല, പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഓരോരുത്തരും തട്ടി തട്ടി അവസാനം മമ്പുറന്തങ്ങളും വെളിയങ്കോട് മർഖാദീത്തങ്ങളും കൊണ്ടൂരുസ്താദും അതുപോലെയുള്ള ആശിഖീകൾ മുഹിബ്ബീകളെല്ലാം കടന്നു ചേരുമ്പോ അവരുടെ തട്ടുകൊണ്ടെങ്കിലും ഒന്ന് കടന്നെനിക്ക് കിട്ടണം, അല്ലാതെ എനിക്കൊരു പ്രതീക്ഷയില്ല. ജല്ല ജലാലായ റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് ഹബീബിലേക്കൊരു ഇഷ്കങ്ങ് തന്നിട്ട് അതിലൊരു ഭ്രാന്തനാക്കി അങ്ങ് മാറ്റിയിട്ട് മദീനത്തെ ഒരു ഭ്രാന്തനായാൽ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആകുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് നൽകണേ അല്ലാഹ്, ഇഷ്ക് നൽകണേ അല്ലാഹ്, മഹബ്ബത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ലാഹ്.